ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യത്ത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സാമ്പത്തിക രംഗങ്ങളിലും അതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ ഒട്ടനവധി മാറ്റങ്ങൾ, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പഴയ നിയമങ്ങളെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പൊളിച്ചെഴുതുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ നമുക്കതിനെ ഒരു റിഫോംസ് എന്ന് പറയാം. പോളിസി റിഫോംസ് എന്നോ അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസ് എന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഏഹ്, ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നമുക്ക് ഈ പറഞ്ഞ മാറ്റങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് രാജ്യം സാമ്പത്തികമായിട്ട് പ്രയോജനകരമായി സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ. എന്ന് വെച്ചാൽ ഇനിയും നമുക്ക് ഇന്ത്യയിലെ ഒട്ടനവധി മേഖലകളിൽ പരിഷ്കാരങ്ങൾ, റിഫോംസ് നമുക്ക് നടത്താറുണ്ട്. അല്ലെങ്കിൽ റിഫോംസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ആ റിഫോംസ് അത്യാവശ്യമായിട്ടുള്ള ചില മേഖലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തൊഴിൽ മേഖല. നമ്മളുടെ രാജ്യത്തെ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിലെ പരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് കാലാകാലങ്ങളായിട്ട് ഗവൺമെന്റ്, നമുക്കറിയാം, ഏത് ഗവൺമെന്റ് ഇവിടെ മാറി മാറി ഭരിച്ചാലും റിഫോംസ് ഒക്കെ വളരെ മന്ദഗതിയിലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ദേശീയ മിനിമം വേതന പരിധി അല്ലെങ്കിൽ മിനിമം വേജസ്, നാഷണൽ മിനിമം വേജസ്. അപ്പൊ അതിനകത്തിൽ ചില മാറ്റങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചില ഇൻഫർമേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ദേശീയ മിനിമം വേതന പരിധിക്ക് ഇനിയും നിയമപരം, അത് നിയമമാകുന്നതോടുകൂടി രാജ്യത്തത് തീർച്ചയായിട്ടും അതിനൊരു പ്രാബല്യം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്ന മിനിമം വേജസിന് താഴെ അല്ലെങ്കിൽ ആ നിരക്കിന് താഴെ തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കാനാകത്തില്ല. നേരത്തെ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു അധികാരമുണ്ടായിരുന്നു ഇത് ഫിക്സ് ചെയ്യാനുള്ള. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ നിയമ ഭേദഗതി വരുന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്കുള്ള ആ ഒരു അധികാരം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇത് തൊഴിലാളികളെ സംബന്ധിച്ച് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഫലത്തിൽ വന്ന് പ്രായോഗികമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തിൽ എന്താണ് അതിന്റെ ശരിയായിട്ടുള്ള ഗുണം ദോഷം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 2019 പാർലമെന്റ് പാസ്സാക്കിയൊരു കോഡ് ഓൺ വേജസ് 2019 എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇപ്പൊ നിയമം. അതിനെ എന്താ നിയമപരമായിട്ട് അതിനെ രാജ്യമൊട്ടാകെ നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം. സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ പിന്നെ എന്താ പറയുന്നത്, ആ ഒരു അപ്രൂവൽ. അതുകൊണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ചകൾ ഉണ്ടാകണം, ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം, സമവായം ഉണ്ടാകണം. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഏത് നയം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് യൂണിയൻ ടെറിട്ടറീസിലോ ആണ് ഇതെല്ലാം നടപ്പിലാക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളെ അവരുടെ സംസ്ഥാനങ്ങളുടെ സമ്പദ് മേഖലയെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വോട്ട് ബാങ്കിനെ അഫക്റ്റ് ചെയ്യുന്നതായതുകൊണ്ടും ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാകുമ്പോൾ അവരതിന്റെ രാഷ്ട്രീയം കൂടെ നോക്കി മാത്രമേ അതിന് യെസോ നോയൊക്കെ പറയത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ ഒരു എന്താ പറയുന്നത് അപ്രൂവൽ ഇത് അത്യാവശ്യമാണ്. അതിന് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ചകൾ അത്യാവശ്യമാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഒരു സമവായത്തിൽ എത്താൻ വേണ്ടിയാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ അവസാനഘട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്രം ഒരു ഉപദേശക സമിതി രൂപീകരിക്കാൻ, ഇത് തൊഴിൽ മന്ത്രാലയമാണ്, കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് ഇതിന്റെ ഉത്തരവാദിത്വമുള്ളത്. അപ്പൊ അവരാണ് ഇതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഉപദേശക സമിതി ആണ് തീർച്ചയായിട്ടും ഇതിനെ ഒരു അതിന്റെ ഫൈനൽ ടച്ച് അല്ലെങ്കിൽ ഒരു ഫൈനൽ സജഷൻസ് ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഇത് എന്താണ് പറയുന്നത് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം നമുക്ക് തൊഴിൽ മേഖല എന്ന് പറഞ്ഞത് വളരെയധികം
അൺഓർഗനൈസ്ഡ് ആണ് ശരിക്കും ഇന്ത്യയിൽ. അപ്പൊ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ ഒരു റിഫോംസിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഈ രാജ്യത്ത് ആദ്യമായിട്ട് നിയമപ്രകാരം ഒരു പൊതു എന്നുവെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ഒരു ദേശീയ മിനിമം വേതന പരിധി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം തീർച്ചയായിട്ടും ഒരു ഫിക്സ്ഡ് മാനദണ്ഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. അപ്പൊ മിനിമം വേതനം സംബന്ധിച്ച് ഈ നിയമം 2019 ഈ പറഞ്ഞ കോഡ് ഓൺ വേജസ്, നമ്മൾ ആദ്യം പറഞ്ഞ കോഡ് ഓൺ വേജസ് 2019. അപ്പൊ ഇപ്പൊ 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത് പെട്ടെന്നാക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഒരു വേഗത്തിൽ നടപ്പിലാക്കാൻ ഇത് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. അപ്പൊ ഈ മിനിമം വേതനം നിയമപരമായിട്ട് നിയമപരമായിട്ടുള്ള ബാധ്യതയാകുമെന്ന് പറഞ്ഞാൽ ഇത് നിയമമായി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് യൂണിയൻ ടെറിട്ടറീസിനും ഇത് നോ പറയാൻ പറ്റത്തില്ല. കാരണം ഫിക്സ് ചെയ്തിരിക്കുന്ന മിനിമം വേതനത്തിന് താഴെ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ പിന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക റിഫോംസ് ശരിക്കും ആരംഭിച്ചത് 1991. 1991 മൻമോഹൻ സിംഗിന്റെ പിന്നെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിൽ, അല്ലെങ്കിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്താണ് റിഫോംസ് ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ത്യ പിന്തുടർന്നൊരു പിന്നെ ദേശീയ മിനിമം വേതന പരിധി ഉണ്ടായിരുന്നു. അതിന് പറയുന്നത് നാഷണൽ ഫ്ലോർ ലെവൽ മിനിമം വേജ് എന്നാണ്, NFLMW എന്ന് പറയും. അപ്പൊ അത് നോൺ ബൈൻഡിങ് ആണ്. നോൺ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനങ്ങളുടെ മേലെ കേന്ദ്രത്തിന്റെ ഒരു എന്താണ് പറയുന്നത്, കേന്ദ്ര ഒരു നിയമം ഉണ്ടാക്കി സംസ്ഥാനങ്ങളെ ഈ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എന്താ സ്വയം ഫിക്സ് ചെയ്യാവുന്ന ഒരു പരിധിയൊക്കെ അവർക്ക് അതിനുള്ള അവകാശങ്ങളൊന്നുണ്ടായിരുന്നു. അപ്പം കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ മേലെ അത് അടിച്ചേൽപ്പിക്കാൻ നിയമപരമായിട്ട് അധികാരമില്ലായിരുന്നു. പക്ഷേ ഇത് ഈ ഇപ്പോൾ പുതിയ നിയമം വരുന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു പരിധിക്ക് താഴെ ഒരിക്കലും അവർക്ക് നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ 2015 ജൂലൈയിലാണ് മിനിമം കൂലി 137 നിന്നും 160 രൂപയായിട്ട് പുതുക്കുന്നത്. ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും ഈ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയാണ് പതിവെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് തീർച്ചയായും നമുക്കറിയാം. രാജ്യത്ത് നമുക്ക് ഇതുപോലുള്ള പല രീതിയിലുള്ള എന്താണ് പറയുന്നത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ ചില നിയമങ്ങളൊക്കെ അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്നോ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേന്ദ്രം ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മിനിമം വേജസിന്റെ കുറിച്ചുള്ള ചില ഷെഡ്യൂൾ, ഏതൊക്കെ തൊഴിൽ മേഖലകളാണ്, അതുപോലെ കാറ്റഗറി ഓഫ് വർക്കർ, അതുപോലെ തന്നെ റേറ്റ്സ് ഓഫ് വേജസ് ഇൻക്ലൂഡിങ് അതിന്റെ മിനിമം വേജസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഷെഡ്യൂൾ എംപ്ലോയ്മെന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗ്രികൾച്ചർ, അതുപോലെ വർക്കേഴ്സ് എൻഗേജ് ഇൻ സ്റ്റോൺ മൈൻസ്, ഈ മൈനുകളിലൊക്കെ കല്ല് മൈനുകൾ, അതുപോലെ സ്റ്റോൺ ബ്രേക്കിംഗ്, സ്റ്റോൺ ക്രഷിങ്, അതുപോലെ സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്, വാച്ച് ആൻഡ് വാർഡ്, സെക്യൂരിറ്റി, അതുപോലുള്ള ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, പിന്നെ കൺസ്ട്രക്ഷൻ മേഖല, പിന്നെ നോൺ കോൾ മൈൻസ്. അപ്പൊ ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട മേഖല തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ എംപ്ലോയ്മെന്റ് ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റ് എന്നാണ്. പിന്നെ കാറ്റഗറി ഓഫ് വർക്കേഴ്സിന് അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, പിന്നെ സ്കിൽഡ്, ക്ലറിക്കൽ, ഹൈലി സ്കിൽഡ് എന്നും പറഞ്ഞത് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഏരിയാസിന് എന്ന് വെച്ചാൽ രാജ്യത്ത് 3 ഏരിയാസ് ആണ് തിരിച്ചിട്ടുണ്ട്: ഏരിയ എ, ഏരിയ ബി, ഏരിയ സി. അപ്പൊ അതിലും വ്യത്യസ്തമായിട്ട് ഇപ്പൊ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കർ അഗ്രികൾച്ചറിൽ ഏരിയ എയിലാണെങ്കിൽ കൂടുതൽ കിട്ടും, ഏരിയ ബിയിലാണെങ്കിൽ 350, ഏരിയ സിയിലാണെങ്കിൽ കുറവ് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, സൂപ്പർവൈസറി എന്നുള്ളത് അഗ്രികൾച്ചർ മേഖലയിലെ ഏരിയ എ 420 ആണെങ്കിൽ ഏരിയ ബി 355, 354, അങ്ങനെ ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറി ഓഫ് വർക്കേഴ്സിനും അങ്ങനെ കേട്ടോ. സ്കിൽഡ് ക്ലറിക്കൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, അഗ്രികൾച്ചർ മേഖലയിലാണെങ്കിൽ 455. അപ്പൊ ഏരിയ എയിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഈ ഏരിയ എ, ബി, സി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ ഷെഡ്യൂൾഡ് എംപ്ലോയ്മെന്റ് ഉണ്ട് അഗ്രികൾച്ചറിൽ, അതുപോലെ തന്നെ വർക്കേഴ്സ് എൻഗേജ് ഇൻ സ്റ്റോൺ മൈൻസ്. അപ്പൊ അവരുടെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കേന്ദ്രത്തിന്റെ പുതിയ മാനദണ്ഡങ്ങളാണ്. അതിൽ സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ് അത് പൊതുവെ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ ആയിരിക്കുമല്ലോ. ഇപ്പം ഏരിയ എയിലാണെങ്കിൽ, ഏരിയ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. രണ്ടാം നിലയിൽ നിൽക്കുന്ന നഗരങ്ങളാണ് ഏരിയ ബി വരുന്നത്. ബാക്കി ഇത് രണ്ടും അല്ലാത്തതാണ് ഏരിയ സി വരുന്നത്. ഇപ്പൊ ഡൽഹി, മുംബൈ, കൽക്കട്ട, ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്ന സിറ്റികളൊക്കെയാണ് ഏരിയ എ എന്ന് പറയുന്നത്. അവിടെ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കറിന്
ഇപ്പൊ സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്ങിലുള്ള ഈ തൂപ്പിയോരയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡൽഹി ഏരിയ എയിലുള്ളതാണെങ്കിൽ 603 രൂപയാണ് മിനിമം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് താഴേക്ക് പോകുവാൻ പാടില്ല. മുകളിലേക്ക് എത്ര വേണമെങ്കിലും ഫിക്സ് ചെയ്യാം സംസ്ഥാന ഗവൺമെന്റ്. നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് തുടരാം. പക്ഷെ താഴേക്ക് ഈ 603 അല്ലെങ്കിൽ ആ, കേന്ദ്ര ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മാനദണ്ഡത്തിന് താഴേക്ക് പോകാൻ പാടില്ല. അതിൽ വാച്ച് ആൻഡ് വാർഡ് സെക്യൂരിറ്റി വിത്തൗട്ട് ആംസ്, ആയുധങ്ങൾ, തോക്കൊക്കെ ഉള്ള ചില സെക്യൂരിറ്റി ഉണ്ടാകും, തോക്കില്ലാത്ത സെക്യൂരിറ്റി ഉണ്ടാകും. അപ്പൊ തോക്കുള്ള വിത്തൗട്ട് ആംസ് ആണെങ്കിൽ കുറവായിരിക്കും, വിത്ത് ആംസ് ആണെങ്കിൽ കൂടുതലായിരിക്കും. പിന്നെ ലോഡിങ് ആൻഡ് അൺലോഡിങ് അതുമെല്ലാം അൺസ്കിൽഡ് ആണ് വർക്കേഴ്സ്. പിന്നെ അതിനകത്തിലും പിന്നെ കൺസ്ട്രക്ഷൻ മേഖല അതിനകത്തിലും അൺസ്കിൽഡ്, സെമി സ്കിൽഡ് എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ട്. പിന്നെ നോൺ കോൾ മൈൻസ് ഉണ്ട്. പിന്നെ ഓരോന്നും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അഗ്രികൾച്ചർ, പിന്നെ വർക്കേഴ്സ് എൻഗേഡ് ഇൻ സ്റ്റോൺ മൈൻസ് എന്താണ്, വർക്കേഴ്സ് എൻഗേഡ് ഇൻ സ്റ്റോൺ മൈൻസ് ഫോർ സ്റ്റോൺ ബ്രേക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്, അതുപോലെ തന്നെ മറ്റു മേഖലകളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലവും ഏരിയ എയ്ക്കകത്തിലില്ല. ഇപ്പൊ ഏരിയ എയ്ക്കകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ അഹമ്മദാബാദ്, ബാംഗ്ലൂരു, കൊൽക്കത്ത, ഡൽഹി, ഗ്രേറ്റർ മുംബൈ, നവി മുംബൈ, ഹൈദരാബാദ്, കാൺപൂർ, ലക്നൗ, ചെന്നൈ, നാഗ്പൂർ, പൂനെ, പിന്നെ ഫരീദാബാദ്, ഗാസിയാബാദ്, ഗുർഗാവൺ, നോയിഡ, സെക്കന്ദരാബാദ്, ഇങ്ങനെയുള്ള സിറ്റികൾ മാത്രമാണ് ഏരിയ എയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്ര സിറ്റികളാണ്. ഏരിയ ബിക്കകത്താണ് കേരളത്തിൽ നിന്നുള്ള നമ്മളുടെ ഈ പറയുന്ന ഏതൊക്കെയാണ്, ട്രിവാൻഡ്രം, കൊച്ചി, ഇതാണ്ട് ഇവിടെ കണ്ണൂര്, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂര്, പിന്നെ ഏതാണ്, അപ്പൊ ഇങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളും ഏരിയ ബിക്കകത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ. പിന്നെ ഏരിയ സിക്കകത്തിലെ ഈ രണ്ട് കാറ്റഗറിയിലും പറയാത്ത ആണ് ഏരിയ സിക്കകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് തീർച്ചയായിട്ടും കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു മാനദണ്ഡങ്ങളല്ല. ഇത് സംസ്ഥാനത്തിന്റെ ഒരു നേരത്തെ ഈ മിനിമം വേജസ് പെർ ഡേ ഇൻ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആസ് ഡേറ്റ പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ്, എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള അവരുടെ വേജസ് ആണ്, അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന വേജസ് ആണ്. അപ്പൊ ഇതിനകത്തില് ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന വേജസിൽ ഏതെങ്കിലും കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്ന താഴെയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ആപ്ലിക്കബിൾ ആകത്തില്ലോ, കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇതിലേതെങ്കിലും റേറ്റ് കേന്ദ്രം ഫിക്സ് ചെയ്തിരിക്കുന്ന മേളിലാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിന്നെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ 2015 ജൂലൈയില് മുമ്പ് 137 രൂപയിൽ നിന്നും 160 രൂപ മിനിമം വേജസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില സംസ്ഥാനങ്ങളൊക്കെ അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മിനിമം വേജസ് 137 നിന്ന് 160 ആക്കിയത്. പക്ഷെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അൺസ്കിൽഡ് ഓരോ സംസ്ഥാനത്തിനാണ് അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് അവിടെ ആയിക്കട്ടെ. അപ്പം അൺസ്കിൽഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും മിനിമം 161, 150 അങ്ങനെയുള്ള റേറ്റിൽ താഴോട്ട് നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ 317. ഈ പറഞ്ഞ അൺസ്കിൽഡിനൊക്കെ ഏറ്റവും അത്യാവശ്യം പൈസ കിട്ടുന്ന സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. 115 നാഗാലാൻഡിലുണ്ട്. അതായത് ഈ 160 ആക്കിയൊക്കെ തന്നെയും. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ മാനദണ്ഡങ്ങൾ വരുമ്പോൾ കേന്ദ്രം ഫിക്സ് ചെയ്തതിനേക്കാൾ കുറവാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ ആ റേറ്റ് ആപ്ലിക്കബിൾ ആകത്തില്ല, കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പുതിയ വേതന നിയമപ്രകാരം, വേതനം എന്ന് പറഞ്ഞാൽ വേതനയല്ല, വേതനം, ശമ്പളം, വേജസ്, ചട്ടം 9 പ്രകാരം നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരും. ഒരിക്കൽ നിശ്ചയിച്ച ഈ ദേശീയ വേതന പരിധി പ്രഖ്യാപിച്ചാൽ അത് നിയമ പ്രാബല്യമായി കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനും കേന്ദ്ര ഭരണ പ്രദേശത്തിനും അവർക്ക് തങ്ങളുടെ മിനിമം വേതനം ആ നിരക്കിനും താഴെയായിട്ട് നിശ്ചയിക്കാൻ നിയമപരമായിട്ട് സാധിക്കുന്നില്ല. അതേസമയം നിലവിൽ മിനിമം പരിധിയേക്കാൾ ഉയർന്ന നിരക്കിൽ വേതനം നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് അത് കുറയ്ക്കേണ്ടതില്ല. അപ്പൊ രാജ്യത്തെ വിവിധ മേഖലകളിലെ ജീവിത ചെലവ് കണക്കിലെടുത്ത് പ്രാദേശികമായി വ്യത്യസ്തമായ വേതന പരിധികൾ നിശ്ചയിക്കാനും ഈ നിയമം അനുവാദം നൽകുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ഏരിയ എ, ഏരിയ ബി, ഏരിയ സി എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിട്ട് അൺസ്കിൽഡ് വർക്കേഴ്സിന്, സെമി സ്കിൽഡ്
സ്കിൽഡ്, ഹൈലി സ്കിൽഡ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച വേതനങ്ങൾ അല്ലെങ്കിൽ വേജസ് ഗവൺമെന്റ്, കേന്ദ്രം ഇപ്പോൾ അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പൊ ദേശീയ വേതന പരിധി അല്ലെങ്കിൽ ഫ്ലോർ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നു എന്നുള്ളൊരു അർത്ഥത്തിലല്ല അന്തിമമായിട്ട്. പക്ഷെ ഒരു പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ നിരക്കുകൾ മാത്രമാണത്. ഇതിനു മുകളിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം, പ്രദേശം, തൊഴിലിന്റെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് അന്തിമമായിട്ട് മിനിമം വേതനം നിശ്ചയിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് സംസ്ഥാനങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇത് താഴേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1948 നമ്മുടെ മിനിമം വേജസ് ആക്ട് അനുസരിച്ച് ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ മിനിമം വേജസ് ആക്ട് 1948 നമ്മുടെ ഇന്ത്യയിൽ അത് പാസ്സാക്കിയത്. അതിനകത്ത് ചില നിർദ്ദിഷ്ട തൊഴിൽ മേഖലകൾ മാത്രമാണ് ബാധകമായതെങ്കിൽ പുതിയ നിയമം അനുസരിച്ചിട്ട് എല്ലാ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും മിനിമം വേതനം ലഭിക്കുന്നതിനുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ ചുരുങ്ങിയ വേതനം അല്ലെങ്കിൽ വേജസ് ഇതിനെ റിവൈസ് ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ജീവിത ചെലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മാറുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ വേജസ് റിവൈസും ചെയ്യേണ്ടി വരും. അപ്പൊ നിലവിൽ വളരെ കുറഞ്ഞ നിലവിൽ റേറ്റുള്ള നിരക്കുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് അവിടുത്തെ തൊഴിലാളികൾക്ക് പ്രയോജനകരമായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇനി സംസ്ഥാനങ്ങൾക്ക് നോ പറയാൻ പറ്റത്തില്ല ഇത് നിയമമായി കഴിഞ്ഞാൽ. അതുകൊണ്ട് അവർക്കത് അനുസരിച്ചേ വരത്തുള്ളൂ. അപ്പൊ കേന്ദ്രം ഫിക്സ് ചെയ്ത നിരക്കിലുള്ള മിനിമം വേതനം അവർക്ക് കൊടുക്കേണ്ടി വരും, ഇപ്പൊ നിലവിൽ അവിടെ കുറവാണെങ്കിൽ തന്നെ. പുതിയ കേന്ദ്ര മാനദണ്ഡം പാലിക്കുന്നതിനായി ഈ സംസ്ഥാനങ്ങൾക്ക് അവരുടെ മിനിമം വേതന നിരക്കുകൾ ഉയർത്തേണ്ടി വരും ഇപ്പൊ കുറവാണെങ്കിൽ. എന്നാൽ ഉയർന്ന ജീവിത ചെലവും നിലവിൽ തന്നെ ഉയർന്ന മിനിമം വേതനമുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പേരിൽ ഉടനടി മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് മാറ്റേണ്ട ആവശ്യമില്ല. കേന്ദ്രം ഫിക്സ് ചെയ്തതിനേക്കാൾ കൂടുതലാണെങ്കിൽ അവർക്ക് തൽക്കാലം അതിനകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലാളികൾക്ക് രാജ്യവ്യാപകമായിട്ട് എല്ലാ തൊഴിലാളികൾക്കും ഒരേപോലെ ശമ്പള വർധനവ് ഉറപ്പാക്കുന്നില്ല. സംസ്ഥാനങ്ങൾക്കും തസ്തികകൾക്കും അനുസരിച്ചുള്ള ശമ്പള വ്യത്യാസങ്ങൾ തുടർന്നുണ്ടാകും. സംസ്ഥാനങ്ങൾക്കല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏരിയ തിരിച്ചിട്ടാണ്. ഏരിയ എ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ പറഞ്ഞ ഏരിയ എയ്ക്കകത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് വരുന്നത്, ഏരിയ ബിക്കകത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് വരുന്നത്, എയ്ക്കും ബിക്കും ഉള്ളിൽ വരാത്ത സ്ഥലങ്ങളല്ല ഏരിയ സിയിലാണ്. അപ്പൊ രാജ്യം മൊത്തം അത് കവർ ചെയ്യും. പക്ഷെ ഇത് ഒരു കേവലം ഒരു ഉപദേശക രൂപത്തിൽ മാത്രമായിരുന്നു ഈ വേതന പരിധി. പക്ഷെ ഇനി അത് നിയമമാകാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നിയമമായി കഴിഞ്ഞാൽ കേന്ദ്രം പറഞ്ഞ അല്ലെങ്കിൽ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള ആ റേറ്റുകൾ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അപ്പൊ സംസ്ഥാനത്തിന് അത് തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് പല മേഖലകളിലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ട റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തൊഴിൽ മേഖല. നമ്മുടെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ, വർക്കേഴ്സ് അല്ലെങ്കിൽ മാൻ പവറുമായിട്ട് ബന്ധപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഇന്ത്യയിൽ ഇപ്പോഴും നല്ലൊരു ശതമാനവും, നല്ലൊരു ശതമാനം, ഏറ്റവും നമ്മൾ വളരെ ഒരു ബ്രൂട്ടൽ മെജോറിറ്റി തൊഴിലാളികളും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിലാണ്. കാരണം അവിടെ നിന്ന് യാതൊരു രീതിയിലുള്ള നിയമങ്ങളും തൊഴിൽ ദാതാക്കൾ പ്രാവർത്തികമാക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ മേഖലയിലൊക്കെ തന്നെ നമുക്ക് വൻതോതിലുള്ള അഴിച്ചുപണികളും പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ അത്യാവശ്യമാണ് എന്നാണ് നമുക്ക് തൽക്കാലം ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.